കെ.എം. അഭിജിത്തും LDF-ന്റെ സ്ഥാനാർത്ഥിയും തമ്മിലല്ല. ഇവിടെ മത്സരം കെ.എം. അഭിജിത്തും ഷാഫി പറമ്പിലും തമ്മിലാണ്. ഞാനത് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷത്തെ പരാജയപ്പെടുത്തുന്ന ഒരു ഭൂരിപക്ഷം ഈ നാദാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾ കൊടുക്കുമോ? നിങ്ങൾ ജയിപ്പിച്ചു തരുമോ? വാക്കാണോ? ഉറപ്പാണോ? അഭിജിത്തെ നാദാപുരം വാക്ക് പറഞ്ഞ വാക്കാണ്. അതിനൊരു കാര്യം കൂടെ പറയുന്നു. അഭിജിത്ത് തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ടൈറ്റായ ഒരു ഷെഡ്യൂളിൽ നിന്ന് ഇന്ന് നിരവധി കൺവെൻഷനുകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഉൾപ്പെടെ, ഏറനാട് ഉൾപ്പെടെ, PK നവാസിന്റെ ഉൾപ്പെടെ, മഞ്ചേരി ഉൾപ്പെടെ 2 മാധ്യമങ്ങൾക്ക് അനുവദിച്ച സമയം, ബേപ്പൂർ ഉൾപ്പെടെയുള്ള ഷെഡ്യൂളിൽ ഒരു ഇഞ്ച് സമയമില്ലാഞ്ഞിട്ട് പോലും ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ് നമ്മൾ വിളിച്ച് ഷെഡ്യൂൾ ചെയ്യാൻ നമുക്കും സമയം കിട്ടാഞ്ഞിട്ട് പോലും നാദാപുരത്തിന്റെ മണ്ണിൽ തങ്ങൾ വരണമെന്ന് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സൂപ്പിക്ക് ഇവിടെ പറഞ്ഞപ്പോ, ബംഗളത്തൂടെ പറഞ്ഞപ്പോ, CK പറഞ്ഞപ്പോ, രഘു പറഞ്ഞപ്പോ, ഈ നേതാക്കന്മാർ ഓരോരുത്തരും പറഞ്ഞപ്പോ, ആ പോലും പറഞ്ഞപ്പോ ഒരു ഫോൺ കോൾ എടുത്തിട്ട് തങ്ങളെ പറയുന്നതിൽ വിഷമമുണ്ട്, എങ്കിലും ഒന്ന് നാദാപുരത്തേക്ക് വരണമെന്ന് പറഞ്ഞപ്പോ പിന്നെ വരല്ലാതെ എന്താ ചെയ്യല്ലേ എന്ന് ചോദിച്ച് ഇവിടേക്ക് കടന്നു വന്ന പാണക്കാട്ടെ തങ്ങൾ, സാദിഖലി തങ്ങൾ, ആ തങ്ങൾ ഈ നാടിന്റെ തണലാണെന്ന് ആരും മറക്കണ്ടെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ആ തങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങളോട് പറയുന്നുണ്ട്, അഭിജിത്തിനെ ജയിപ്പിക്കണമെന്ന് തങ്ങള് TTK ഇവിടെ വന്ന് നേരിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇനി അഭിജിത്ത് പറഞ്ഞ വാചകം അച്ചട്ടാണ്. ഇന്നലെ വൈകുന്നേരം വരെ തോന്നിയ ആത്മവിശ്വാസത്തിന്റെ 10 മടങ്ങാണ് നിങ്ങളും ചങ്ങളും നാദാപുരവും ആ ചെറുപ്പക്കാരനെ കൊടുക്കുന്നെങ്കിൽ ആ തല്ലി ഒതുക്കാൻ നോക്കിയ കൈകൾ നാളെ സല്യൂട്ട് അടിക്കുന്നത് കാണാൻ നാദാപുരം ഒരു റിസൾട്ട് ഇവിടെ കാത്തു വെച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ കുടുംബത്തിൽ